റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കഞ്ചിക്കോടുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ കാറ്റാടിപ്പാടം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ KSEB. കരാർ വ്യവസ്ഥയിലാണ് കൈമാറ്റം. 1995 സ്ഥാപിച്ച കാറ്റാടിപ്പാടം KSEB നേരിട്ടാണ് നടത്തിയിരുന്നത്. വലിയ മുതൽ മുടക്ക് ചൂണ്ടിക്കാട്ടി കാറ്റാടികളുടെ നവീകരണത്തിൽ നിന്ന് KSEB വിട്ടുനിൽക്കുകയായിരുന്നു. നിലവിലെ കാറ്റാടി യന്ത്രങ്ങൾ മാറ്റി പുതിയവ സ്ഥാപിച്ച വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് സ്വകാര്യ മേഖലയുമായി 25 വർഷത്തെ കരാറുണ്ടാക്കാനാണ് KSEBയുടെ തീരുമാനം. ഇക്ബാൽ അറയ്ക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, വലിയ തീരുമാനമാണ്. KSEB നേരിട്ട് നടത്തുന്ന ഒന്ന് ശരിയാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് കുറച്ചു നാളായി അതിന്റെ മെയിൻ്റനൻസ് അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. എങ്കിലും അത് KSEBയുടെ പരിധിയിലുള്ള ഒരു കാര്യമാണ്. നമുക്ക് ധവളപത്രം ഓർമ്മയുണ്ട്. KSEB അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രൈവറ്റൈസേഷൻ എന്ന ശുപാർശകൾ അതിലുണ്ട്. അതിനെയൊക്കെ സാധൂകരിക്കാൻ പോകുന്ന നിലപാടുകളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്ന വിമർശനമുണ്ടാകും. മന്ത്രിസഭയടക്കം ചർച്ച ചെയ്ത വിഷയമാണോ? ഏതായാലും കഴിഞ്ഞ മന്ത്രിസഭ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. LDFന്റെ സർക്കാർ ഈ വിഷയത്തിൽ അവസാന കാലഘട്ടത്തിൽ ഒരു തീരുമാനമെടുത്തിരുന്നു. അതിന് ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സ്വകാര്യ മേഖലയ്ക്ക് ഈ കഞ്ചിക്കോട്ടെ ഈ കാറ്റാടിപ്പാടം കൈമാറാനുള്ള ഒരു തീരുമാനം എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കഞ്ചിക്കോട് 1995 സംസ്ഥാനത്തെ ആദ്യത്തെ കാറ്റാടിപ്പാടം സ്ഥാപിക്കുന്നത്. അന്ന് 9 കാറ്റാടികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 2 മെഗാവാട്ട് വൈദ്യുതിയായിരുന്നു അവിടെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ 25 വർഷം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് 2020 ഈ കാറ്റാടികളുടെ കാലാവധി പൂർത്തിയാവുന്നത്. പക്ഷേ ഇതിന് പിന്നാലെ ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ KSEB തയ്യാറായിരുന്നില്ല. കാരണം വലിയ രീതിയിലൊരു മുതൽ മുടക്ക് ഇതിന് ആവശ്യമായി വരും എന്നുള്ളതായിരുന്നു KSEBയുടെ കണ്ടെത്തൽ. അങ്ങനെയാണ് ഈ കഴിഞ്ഞ 6 വർഷവും ഈ കാറ്റാടികളൊന്നും നവീകരിക്കാതെ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ അവിടെ ഈ കഞ്ചിക്കോട് നമുക്ക് നിലവിലെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് 5 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. പക്ഷേ ഇതിൻ്റെ മുതൽ മുടക്കൊന്നും KSEBക്ക് വഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് എന്നുള്ളതാണ് നിലവിൽ KSEB പറയുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ അതൊരു സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള ഒരു തീരുമാനം കൂടി ഇപ്പോൾ KSEB സ്വീകരിച്ചിരിക്കുന്നത്. 25 വർഷത്തെ കരാർ ഉണ്ടാക്കിക്കൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് ഈ കഞ്ചിക്കോടത്തെ കാറ്റാടിപ്പാടം കൈമാറാനാണ് തീരുമാനം. അവിടെ നിലവിലുള്ള 9 കാറ്റാടികളും പഴയ സർക്കാരിന്റെ കാലത്തും അതിന്റെ അവസാന ഘട്ടത്തിൽ ചർച്ചയ്ക്ക് വന്നിരുന്നതാണോ? അതിനോട് ആ സർക്കാർ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? അതായത് വൈദ്യുതി ഉൽപ്പാദനം സംസ്ഥാനത്ത് കാര്യക്ഷമമാക്കണം, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു തീരുമാനവുമായി മുന്നോട്ട് പോകാം എന്നുള്ളതായിരുന്നു LDF സർക്കാരിൻ്റെയും തീരുമാനം. LDF സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്യുന്നത്. അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി തന്നെ ഈ വിഷയങ്ങൾ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത് വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടിയാണ്, സംസ്ഥാനത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ് മുൻ വൈദ്യുതി മന്ത്രിയായിട്ടുള്ള കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ പറയുകയും ചെയ്യുന്നത്. 5 മെഗാവാട്ട് ഉൾപ്പെടെ വൈദ്യുതി അവിടെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി നമുക്ക് അവിടെ ഉണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഉൽപ്പാദനം നടത്താൻ KSEBക്ക് സ്വന്തം നിലയിൽ സാധിക്കില്ല. അത്തരത്തിലൊരു മുതൽ മുടക്ക് KSEBക്ക് നടത്താൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള ഒരു തീരുമാനം നിലവിൽ സ്വീകരിക്കുന്നത്. ഇത് പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് നൽകുകയല്ല തുടക്കത്തിൽ എന്നുള്ളതാണ് മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നിലവിലുള്ള കാറ്റാടികൾ മാറ്റി പുതിയ കാറ്റാടികളും ജനറേറ്ററുകളും സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിച്ച് ആ വൈദ്യുതി KSEBക്ക് തന്നെ തിരിച്ചു നൽകുക. അതിന് ഏറ്റവും കുറഞ്ഞ യൂണിറ്റ് നിരക്ക് ആരാണോ തിരിച്ച് KSEBക്ക് നൽകുന്നത് അതിനനുസരിച്ചുള്ള ഒരു കരാറായിരിക്കും സ്വകാര്യ മേഖലയിലെ കമ്പനികളുമായി ഉണ്ടാക്കുക എന്നുള്ളത്. കൊട്ടേഷൻ സമർപ്പിക്കാനുള്ള നിർദ്ദേശമടക്കം നൽകിയിട്ടുണ്ടോ? ഇനി ഈ കമ്പനികളുടെ പ്രതികരണത്തിന് കാത്തിരിക്കുകയാണ് സർക്കാർ, അല്ലേ? തീർച്ചയായും അത് കഴിഞ്ഞ ആഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഓർഡർ KSEBയിൽ നിന്നും പുറത്തു വരുന്നത്. സ്വകാര്യ മേഖലയിലുള്ള ആളുകൾക്ക്, കമ്പനികൾക്ക് ഈ കാറ്റാടിപ്പാടം കരാർ പ്രകാരം ഏറ്റെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന രീതിയിലുള്ള ഒരു കത്താണ് ഇപ്പോൾ KSEB പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഇത് വൈദ്യുതി 1995 കഞ്ചിക്കോട്ടെ 38 ഏക്കർ സ്ഥലത്താണ് 9 കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചത്. KSEB ആണ് പദ്ധതി നിർവഹണ ചുമതല വഹിക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ അതിന്റെ മെയിൻ്റനൻസ് അടക്കമുള്ള കാര്യങ്ങൾ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്തും ഇത്തരം ചർച്ചകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇക്ബാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പോൾ മുൻ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയെ ഒന്ന് വിളിച്ചു. അദ്ദേഹം പറഞ്ഞത് ഒന്ന് പഠിച്ചിട്ട് മാത്രമേ ഈ വിഷയത്തിൽ പ്രതികരണമുള്ളൂ എന്നതാണ്.